ഇതാണ് നമ്മുടെ റന ഫാത്തിമയുടെ മുകളിൽ കയറി കിടക്കാൻ ശ്രമിച്ചുവെന്ന് ആര്യനെതിരെ ഉണ്ടായ ആരോപണപരമായ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ട്രെൻഡാണ് ഈ ഒരു വീഡിയോ. നമുക്കറിയാം, മറ്റേ നിവിനെ പിടിച്ച് ബെഡിൽ നിന്ന് മാറ്റുന്നു, അതിനുശേഷം റന ഫാത്തിമ അവിടെ കയറി കിടക്കുന്നു. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം, ഈ സ്ത്രീകൾ ഒരുപാട് എന്തായാലും ഈ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ആർക്കും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു പുരുഷന് നേരെ അയാൾ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ബലാത്സംഗ ആരോപണങ്ങൾ, ഇങ്ങനത്തെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്ത്രീകളുടെ സ്ഥിരം പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയമായി തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വരെ ബിഗ് ബോസ് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ സീസണിൽ പിന്നെ സ്ത്രീകളെ കയറിപ്പിടുത്തം, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു എന്നുള്ള ആരോപണം, ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൂടി പറഞ്ഞ ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മളൊരു തമാശ അങ്ങോട്ടിട്ട തിരിച്ച് അതേ ഫ്ലോയിൽ ഒരു തമാശ ഇങ്ങോട്ട് വരും. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാർ എന്ത് തേങ്ങയ്ക്കാണ് തമാശ അടിക്കാൻ പോണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ ഒരു കേസിൽ ആര്യന്റെ സൈഡാണ്. ആര്യൻ കാണിച്ചതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവന്റെ അടുത്തൊരു തമാശ കാണിച്ചു, അവൻ തിരിച്ചൊരു തമാശ കാണിച്ചു. മനുഷ്യനല്ലേ, ഉറങ്ങാൻ പോണ സമയത്ത് അവന്റെ ബെഡിൽ കയറി ഈ പരിപാടി കാണിക്കുമ്പോൾ ഇത് സംഭവം വേറെ ഒന്നുമില്ല. മസ്താനി വന്നതിന്റെ അന്ന് മുതൽ റന ഫാത്തിമ അടിച്ചു ഒതുക്കി കിളിക്കുഞ്ചി ശബ്ദമായിട്ട് സൈഡിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പം മസ്താനി പോയതോടെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വേണ്ടി അറിയണ്ടേ, അപ്പൊ അതിനു വേണ്ടി ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു കിട്ടിയ സംഭവം കിട്ടി, അത് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീരിയസ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അല്ലാത്ത ആൾക്കാർക്കും തോന്നാം, ഇപ്പൊ ആര്യനെ ചിലവന്മാർ ഇവൻ കാമപ്രാന്താണെന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ട്. സോ നമ്മളെ ചില ഗ്രൂപ്പുകളിലൊക്കെ കണ്ടായിരുന്നു. അപ്പം ആര്യൻ പക്ക ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. കുറെ മുന്നത്തൊക്കെ ബിഗ് ബോസിൽ കുറെ പയ്യന്മാരൊക്കെ വന്നിട്ട് മൂലയിൽ ഇരുന്നിട്ടാണ് പോണത്. പക്ഷെ ആരും നല്ല രീതിയിൽ കൗണ്ടറും ഗെയിമും എല്ലാം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം, ആ ഒരു എനർജിയാണ് വേണ്ടത്. അപ്പൊ സാബു മാനെ കണ്ടില്ലേ, ആ 2 വോട്ട് കിട്ടിയ സമയത്ത് മാത്രമേ പുള്ളിയെ കണ്ടുള്ളൂ. അതിനുശേഷം വേറെ എന്തെങ്കിലും ബിഗ് ബോസിനകത്ത് പുള്ളിക്ക് വേറെ എന്തോ പരിപാടികൾ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ബിഗ് ബോസിൽ ഞാൻ വഴക്കൊന്നും നടക്കുന്ന സ്ഥലത്തൊന്നും സാബു മാനെ കാണാനൊന്നും ഇല്ലായിരുന്നു കേട്ടാ. ലക്ഷ്മി ഒതുങ്ങി. പിന്നെ നിവിനെതിരെ മറ്റേ ഷാനവാസ് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളി എന്താണ് അങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഒന്നാമത്തെ ഷാനവാസ് ഓൾറെഡി തന്നെ ഒരു 4-ാം നൂറ്റാണ്ടിന്റെ രീതിയിലാണ് തുടക്കം മുതലേക്ക് സംസാരിച്ചു തുടങ്ങിയത്. അപ്പം ആ സംസാരമാണ് ഷാനവാസ് പിന്നെ സംസാരിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസം അണഞ്ഞിരുന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ വേണ്ടേ. അപ്പൊ അതിനുവേണ്ടി ഷാനവാസ് പൊട്ടിത്തെറിച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് മറ്റേ കിച്ചൺ ഫൈറ്റ്, അനുമോൾ കിച്ചണിൽ കയറിയതോടെ തന്നെ ആ അടുക്കളയിൽ അടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ്